നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തീപിടുത്തം, വൻ ദുരന്തം ഒഴിവായി. മിക്സ്ചർ കഴിക്കുന്നതിനിടെ കടല തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ഓർമ്മദിനം വിപുലമായ ജനക്ഷേമ പദ്ധതികളുമായി ഫൗണ്ടേഷൻ. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ 1 മാസം നീളുന്ന സൗജന്യ സർജറി ക്യാമ്പ്. ചെറായിയിൽ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് വീണ സംഭവത്തിൽ ബസ് കസ്റ്റഡിയിൽ. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തം, വൻ ദുരന്തമൊഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ തീപിടുത്തം. ക്ഷേത്രനടയിലെ വൈജയന്തി കെട്ടിടത്തിലാണ് ബുധനാഴ്ച രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലാണ് ആദ്യമായി തീ പടർന്നത്. രാവിലെ സ്റ്റോർ റൂമിൽ നിന്നും വലിയ തോതിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരും ഭക്തരും ഉടൻ തന്നെ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടനടി സ്ഥലത്തെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അരമണിക്കൂറോളം നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനത്തിലെത്തിയ തീപിടുത്തത്തിൽ ആരോഗ്യ വിഭാഗം സ്റ്റോറിലുണ്ടായിരുന്ന ഭൂരിഭാഗം സാധനങ്ങളും കത്തിനശിച്ചു. ശുചീകരണത്തിനായി സൂക്ഷിച്ചിരുന്ന ബ്ലീച്ചിങ് പൗഡർ, സോപ്പ് പൊടി എന്നിവയും വിലപിടിപ്പുള്ള ദേവസ്വം പ്രസിദ്ധീകരണങ്ങളും മരത്തിന്റെ ഫർണിച്ചറുകളും പൂർണ്ണമായി ചാരമായി മാറി. പ്രാഥമിക പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ക്ഷേത്രസന്നിധിക്ക് തൊട്ടടുത്തുള്ള കെട്ടിടമായതിനാൽ വലിയൊരു അപകട സാധ്യതയാണ് ഫയർഫോഴ്സിന്റെയും ദേവസ്വം ജീവനക്കാരുടെയും കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം ഒഴിവായത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ മിക്സ്ചർ കഴിക്കുന്നതിനിടെ കടല ശ്വാസനാളിയിൽ കുടുങ്ങി 3 വയസ്സുകാരൻ മരണപ്പെട്ടു. കൊണ്ടോട്ടി കുന്നുപുറം ചെങ്ങാനി കരാട്ടാലുങ്ങൽ സ്വദേശി വെല്ലക്കാടൻ മുനീറിന്റെ മകനായ മുഹമ്മദ് റിസാനാണ് വിധിക്ക് കീഴടങ്ങിയത്. മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ കടല കുട്ടിയുടെ ശ്വാസനാളിയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ട കുട്ടി പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലായി. പരിഭ്രാന്തരായ വീട്ടുകാർ ഉടൻ തന്നെ കുഞ്ഞിനെ കുന്നുംപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു. കുഞ്ഞിന്റെ ഖബറടക്കം കുന്നുംപുറം ജുമാ മസ്ജിദിൽ നടന്നു. മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം നൽകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കടല, അണ്ടിപ്പരിപ്പ്, ചെറിയ മിഠായികൾ, വിത്തുകൾ എന്നിവ തൊണ്ടയിൽ കുടുങ്ങാൻ സാധ്യത കൂടുതലാണ്. കുട്ടികൾക്ക് ഭക്ഷണം നൽകുമ്പോൾ ഓടാനോ കളിക്കാനോ അനുവദിക്കരുത്. ഇരുത്തിക്കൊണ്ട് മാത്രം ഭക്ഷണം നൽകുക. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഒരു ചെറിയ അറിവ് ചിലപ്പോൾ വലിയൊരു ജീവൻ രക്ഷിച്ചേക്കാം. ഈ കുഞ്ഞിന്റെ വേർപാടിൽ പ്രാർത്ഥനകളോടെ കേരള ടൈംസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനാചരണത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ ജനക്ഷേമ കാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ജനകീയ രാഷ്ട്രീയത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും വികസന ദർശനത്തിന്റെയും പ്രതീകമായിരുന്ന ജനനായകന്റെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും പ്രതിജ്ഞ പുതുക്കാനുമുള്ള വേദിയായി സ്മൃതി ദിനാചരണം മാറുമെന്ന് ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചു. കാരുണ്യഹസ്തവുമായി ഫൗണ്ടേഷൻ സ്മൃതി ദിനാചരണ ചടങ്ങിൽ വെച്ച് അർഹരായവർക്കുള്ള വിവിധ സഹായങ്ങളുടെ വിതരണം നടത്തും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 5 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം ഭൂമി അനുവദിക്കുന്നതിനുള്ള രേഖകൾ ചടങ്ങിൽ കൈമാറും. പഠനരംഗത്ത് മികവ് പുലർത്തുന്ന 1200 വിദ്യാർത്ഥികൾക്കുള്ള
സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ അനാഥാലയങ്ങളിൽ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്ന് നൽകും. യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ശക്തമായ സാമൂഹിക സന്ദേശം ഉയർത്തി വിപുലമായ കായിക പദ്ധതികളാണ് മണ്ഡലത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 114 സ്കൂളുകൾക്കായി സൈക്കിളുകൾ, ക്രിക്കറ്റ് കിറ്റുകൾ, ഫുട്ബോളുകൾ എന്നിവ വിതരണം ചെയ്യും. സ്പോർട്സിലൂടെ ലഹരിയിൽ നിന്ന് മോചനം എന്ന പ്രമേയത്തിൽ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 17, 18, 19 തീയതികളിൽ അഖില കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും. കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 34 ടീമുകൾ മാറ്റുരയ്ക്കും. വിജയികൾക്ക് 1ാം സമ്മാനമായി 1 ലക്ഷം രൂപയും റണ്ണേഴ്സ് അപ്പിന് 50,000 രൂപയും ലഭിക്കും. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെ നടത്തുന്ന സൗജന്യ സർജറി ക്യാമ്പിൽ തൈറോയിഡ്, കഴുത്തിലെ മുഴകൾ, മാറിലെ മുഴകൾ, കാലിലെയും കൈയിലെയും മുഴകൾ, ഹെർണിയ, മണിവീക്കം, വേരിക്കോസ് വെയിൻ, പ്രമേഹം മൂലം കാലിലുണ്ടാകുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾ, ഉമിനീർ ഗ്രന്ഥിയിലെ മുഴകൾ, വയറിലും തൊലിപ്പുറത്തുമുണ്ടാകുന്ന മുഴകൾ എന്നിവയുടെ പരിശോധനയും ചികിത്സയും നടത്തുന്നു. ചികിത്സയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന ഫോണിൽ ബന്ധപ്പെടുക. 0487 230 4149. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഈ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ചെറായിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥി തെറിച്ചു വീണ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അപകടത്തിന് കാരണമായ സ്വകാര്യ ബസ് കസ്റ്റഡിയിലെടുത്ത പോലീസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പറവൂർ ബോയ്സ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. ബസ് നിർത്തുന്നതിന് മുൻപ് ജീവനക്കാർ പിൻവാതിൽ തുറന്നു നൽകിയതാണ് കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴാൻ കാരണമായത്. അപകടമുണ്ടായിട്ടും കുട്ടിയെ രക്ഷിക്കാനോ സഹായിക്കാനോ ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അപകടത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ ബസ് ജീവനക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസും കണ്ടക്ടർ ലൈസൻസും മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമയകൃത്യതയിൽ ലോകത്ത് 4ാമതായി ഇന്ത്യയുടെ എയർ ഇന്ത്യ. ടാറ്റ കമ്പനിക്ക് അഭിമാനിക്കാം. സമയകൃത്യതയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ വൻ നേട്ടം കൈവരിച്ച് എയർ ഇന്ത്യ. പ്രമുഖ അന്താരാഷ്ട്ര ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായ സിറിയത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച 4ാമത് വിമാന കമ്പനിയായി എയർ ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു. ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷമുള്ള വ്യോമയാന സേവനങ്ങളിലെ സമഗ്രമായ പുരോഗതി തെളിയിക്കുന്നതാണ് ഈ പുതിയ റാങ്കിംഗ്. നിശ്ചയിച്ച സർവീസുകളിൽ സമയക്രമപ്രകാരം പൂർത്തിയാക്കിയവയുടെ നിരക്കിൽ 99.7% എന്ന റെക്കോർഡ് നേട്ടമാണ് എയർ ഇന്ത്യ കൈവരിച്ചത്. സിറിയം ട്രാക്ക് ചെയ്ത ആകെ 15,135 സർവീസുകളിൽ 86.85% കൃത്യസമയത്ത് ലാൻഡിംഗ് ചെയ്തു. 86.23% കൃത്യസമയത്ത് ടേക്ക് ഓഫ് ചെയ്തു എന്നുള്ളതും പ്രത്യേകതയാണ്. നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ മെച്ചപ്പെട്ട നെറ്റ്വർക്ക് സംവിധാനം, ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളിലെ കാര്യക്ഷമമായ ഏകോപനം, പ്രവർത്തന മികവ് മെച്ചപ്പെടുത്തുന്നതിനായി കമ്പനി നടത്തുന്ന വലിയ നിക്ഷേപങ്ങൾ എന്നിവയാണ് ഈ ആഗോള നേട്ടത്തിന് പിന്നിലെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. കിണറ്റിലെ പൈപ്പിൽ കുറുക്കൻ തൂങ്ങിക്കിടന്നത് മണിക്കൂറുകൾ. ഒടുവിൽ കുറുക്കന് രക്ഷകരായി വനം വകുപ്പ്. പറവൂർ ഏഴിക്കര പള്ളിയാക്കൽ സഹകരണ ബാങ്കിന്റെ കടക്കരക്കവലയിലെ പൊക്കാളി റൈസ് മില്ലിന് മുന്നിലുള്ള കിണറ്റിൽ വീണ കുറുക്കനെ വനം വകുപ്പ് അധികൃതർ സാഹസികമായി രക്ഷപ്പെടുത്തി. ചൊവ്വാഴ്ച രാവിലെ മില്ലിലെത്തിയ ജീവനക്കാരാണ് കിണറ്റിനുള്ളിൽ കുറുക്കനെ കണ്ടെത്തിയത്.
കിണറ്റിലെ കുഴലിൽ വഴുതിപ്പോകാത്ത വണ്ണം മുറുകെ പിടിച്ചു കിടക്കുകയായിരുന്നു കുറുക്കൻ. കുഴലിൽ പിടുത്തം കിട്ടിയതിനാലാണ് കുറുക്കന്റെ ജീവൻ രക്ഷപ്പെട്ടത്. മില്ലിലെ ജീവനക്കാർ ചേർന്ന് മൃഗത്തെ പുറത്തെത്തിക്കാൻ ആദ്യ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ജീവനക്കാർ വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ പ്രയത്നത്തിനൊടുവിൽ കുറുക്കനെ ജീവനോടെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തു. പിന്നീട് അതിനെ സുരക്ഷിതമായി കൂട്ടിലാക്കിയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും കൊണ്ടുപോയത്. എഴിക്കര, കടക്കര ഭാഗങ്ങളിൽ അടുത്ത കാലത്തായി കുറുക്കന്മാരുടെ ശല്യം വ്യാപകമാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതുവരെ ഇവ മനുഷ്യരെ ആക്രമിക്കുകയോ കടിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകളില്ല. എങ്കിലും ജനവാസ മേഖലയിൽ കുറുക്കന്മാരുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിൽ നേരിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി അത്താണി മിണാലൂരിന് സമീപമുള്ള സെലക്ട് ദർബാർ ഹോട്ടലിൽ ഭക്ഷണത്തോടൊപ്പം നൽകിയ ചെറുനാരകയിൽ നീര് കുറവാണെന്ന് ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഹോട്ടൽ ഉടമയെയും മറ്റു ജീവനക്കാരെയും ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കുറെ നിർത്തിയതാണ്. നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവരതൊന്നും അത് മെയിൻറ്റെയിൻ ചെയ്യണില്ല. ഒന്ന് ചോദിച്ച് കോളർ പിടിക്കുന്നു, വീഡിയോ കോൾ കാണിച്ചിട്ട് ഇവനാണോ ചോദിച്ചിട്ട് ഓരോ ആൾക്കാരുടെ മുന്നിലേക്കും കൊണ്ടുപോയിരുന്നു. അങ്ങനെ എല്ലാവരും നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക, സമാധാനമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരാരും ഇത് നോക്കണില്ല. നീയാണോ അടിച്ച് ഇതെന്താ ഗുണ്ടായിസാണോ ചോദിച്ചിട്ടാണ് പിന്നെ അടി ഉണ്ടായിരുന്നത്. പിന്നെ ആകെ അടിയായി. പിന്നെ നമ്മളെ തല്ലുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നില്ലല്ലോ. അതുപോലെ നമ്മളും തിരിച്ചു അത്രേ ഉണ്ടായിട്ടുള്ളൂ. ബാറ്റ് നമ്മൾ കളിക്കുന്നത് ബാറ്റായിരുന്നു. നമ്മളവിടെ കളിക്കാൻ വെക്കുന്നതാണ്. നമ്മൾ ഡെയിലി രാത്രി കളിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. ഇവർ 5-8 ആൾക്കാർ വന്നിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തീർത്ത് യൂസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഞങ്ങൾ എടുക്കുമ്പോഴത്തേന് അവർ 5-8 ആൾക്കാരും കൂടി പിടിച്ച് വലിച്ച് അതുകൊണ്ട് അവർ നമ്മൾ തന്നെ തിരിച്ചടിക്കലാണ് ഉണ്ടായിരുന്നത്. ഹോട്ടലിന് നേരെയുണ്ടായ അതിക്രമത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. KHRA ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം പ്രേംരാജ് ചുണ്ടാലത്ത് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ഈ വടക്കാഞ്ചേരി KHRA യൂണിറ്റിൽപ്പെട്ട ഹോട്ടൽ സെലക്ട് എന്ന ഹോട്ടൽ, ദർബാർ എന്ന ഹോട്ടലിൽ അനധികൃതമായി പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങളിൽ ഒരു നാരങ്ങ കൊടുത്തതിൽ നീര് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഗുണ്ടായുസം കാണിക്കുന്ന ഒരു ഏർപ്പാട് ഇന്നലെ വൈകിട്ടുണ്ടായി. അവിടെ അതിൻ്റെ ഓണർ ഉൾപ്പെടെ അതുപോലെ അവിടുത്തെ ജീവനക്കാരെ ഉൾപ്പെടെ മൃഗീയമായി മർദ്ദിക്കുകയും അവരുടെ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് കവിളിത്തടിച്ചുകൊണ്ട് 3 പല്ല് വരെ പോവാവുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊരു സാധാരണ സംഭവമായിട്ട് KHRA കാണുന്നില്ല. KHRA സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയും അതിനെ ശക്തമായി പ്രതിഷേധിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം, ഹോട്ടലുകാരെ സംബന്ധിച്ചോളം കാലത്ത് 4 മണി മുതൽ വൈകിട്ട് 10 മണി അല്ലെങ്കിൽ 12 മണി വരെ തുറന്നിരുന്നു കൊണ്ട് ഈ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളും, അതായത് ആൾക്കാർക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവട സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലേക്ക് ഏത് സമയത്തും ആർക്കും വന്നു കയറി എന്തും ചെയ്യാമെന്നുള്ള ചങ്കൂറ്റം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇത് മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാരും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോലീസും ഞങ്ങളോട് സഹകരിക്കണം. ഇത് മേലാക്കാൻ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകളുടെ സംഘടന KHRA ഇന്നലെ നടന്ന അനിഷ്ട സംഭവം അത്താണിയിൽ പ്രവർത്തിക്കുന്ന സെലക്ട് ദർബാർ ഹോട്ടലിൽ സാമൂഹ്യ വിരുദ്ധരെ വരികയും അവിടുത്തെ ഉടമയെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 4 പല്ലാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. പല്ലടിക്കുന്നത് വധശ്രമമാണ്. ഹോട്ടൽ ഉടമകൾ എന്ന് പറയുന്നത് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ്. ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണ്. ഇന്നലെ നടന്ന അനിഷ്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.